പുണ്യാളൻ അടിപൊളിയാണ്. വേറെ മൂടാ, കലക്കി, രക്ഷയില്ല പടം. പ്രതീക്ഷയൊന്നും ഇല്ലാതെ വന്ന മൂവിയായിരുന്നു. പക്ഷേ പ്രതീക്ഷകളെ തകിടം മറിച്ച് നല്ല മൂവിയാണ്. ബാലു വർഗീസ് തകർത്തിട്ടുണ്ട്. അതേപോലെ അർജുൻ അശോകനായാലും പിന്നെ സൂപ്പറായിട്ടുണ്ട് മൂവി. എല്ലാം കൊണ്ടും നമ്മൾ പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം നന്നായിട്ടുണ്ട്. ഡയറക്ഷൻ എല്ലാം സൂപ്പറായിട്ടുണ്ട്. ട്രെയിലർ കണ്ടപ്പോൾ വല്ല പ്രതീക്ഷ തോന്നിയില്ല. പക്ഷേ തിയേറ്ററിൽ കയറിയപ്പോൾ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പം ഇൻ്റർവെല്ലിൽ തന്നെ നല്ലൊരു സസ്പെൻസോട് കൂടിയാണ് വന്നത്. അർജുൻ അശോകനായാലും സൂപ്പറായിട്ടുണ്ട്. ബാലു വർഗീസ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ബാലു വർഗീസാണ് സ്റ്റാർട്ട് മുതൽ എൻ്റെ പോലെ മൂവിയിലേക്ക് കൊണ്ടുപോകുന്നത്. ബട്ട് നന്നായിട്ടുണ്ട് മൂവി, എല്ലാ അർത്ഥത്തിലും നല്ലതാണ്. അടിപൊളി എൻ്റർടൈനറാണ്. അർജുൻ അശോകൻ ബാലു വർഗീസ് അടിപൊളിയായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 2-3 ട്വിസ്റ്റ് ഉണ്ട്. കാണാൻ നല്ല രസമുണ്ട്. എൻ്റർടൈനിങ് ആണ്. പ്രത്യേകമായിട്ട് ഒരു വെറൈറ്റി ജോണറാണ് ചെയ്തിരിക്കുന്നത്. ഒരു കള്ളൻ്റെ ഒരു ടൈപ്പാണ് ചെയ്തിരിക്കുന്നത്. സോങ്സ് ഇതിലില്ല. സോങ്സില്ല. സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പഴയ ദിലീപേട്ടൻ്റെ സിനിമകളൊക്കെ ഉണ്ടല്ലോ പഴയ കാലത്ത്. അതുപോലെ ഇപ്പം നമ്മൾ തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തിരുന്ന കുറച്ച് സിനിമകളുണ്ട്. ചിരിച്ച് കുടുംബത്തോടൊപ്പം ആസ്വദിച്ചൊക്കെ കാണാൻ പറ്റുന്ന സ്റ്റോറിയൊക്കെ ഉള്ള സിനിമകൾ. അത്തരത്തിലുള്ള ഒരു സിനിമയാണ്. നല്ല രസമുണ്ട്. നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇവർ. ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ വന്ന് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന രസമുള്ള ഒരു സിനിമയാണ്. ഗംഭീരമായിട്ട് തന്നെ അത് വർക്കൗട്ടായിട്ടുമുണ്ട്. ലാഗൊന്നുമില്ല. നല്ല പ്ലസൻ്റായിട്ട് തന്നെ നമുക്ക് കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇഷ്ടപ്പെട്ടു, നന്നായി ഇഷ്ടപ്പെട്ടു. എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ടായിരുന്നു. ആണ്. എല്ലാ കുട്ടികൾക്കും കാണാൻ പറ്റും. എല്ലാവർക്കും കാണാൻ പറ്റുന്ന മൂവിയാണ്. പടം അടിപൊളി പടമാണ്. അടിപൊളിയാണ്, നൈസാണ്. കോമഡിയാണ്, നൈസാണ്, അടിപൊളിയാണ്. പുണ്യാളൻ അടിപൊളിയാണ്. വേറെ മൂടാ, കലക്കി, രക്ഷയില്ല പടം. കൊള്ളാം. പുണ്യാളൻ നല്ല പടമാണ്. ഫാമിലി എൻ്റർടൈനറാണ്. മിസ്റ്ററി, ഒരു റോബറി, അങ്ങനെ ഒരു കോമഡി ഫിലിമാണ്. കൊള്ളാം. ഫസ്റ്റ് ഹാഫ് നല്ല നോർമലായിട്ട് പോകുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി എൻഗേജിങ് ആണ്. മേക്കിംഗ് വൈസ് ഒക്കെ നല്ല രസമാണ്. കൊള്ളാം. നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. കോമഡി ഉണ്ട്, കുറേ ടെൻഷൻ അടിക്കാനൊക്കെ ഉണ്ട്. രസമുണ്ട്. അർജുൻ അശോകൻ, ബാലു, അനശ്വര എല്ലാം നന്നായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. കോമഡി തന്നെ പൊട്ടിച്ചിരിക്കണം, അങ്ങനത്തെ കോമഡികളൊന്നുമില്ല നമ്മൾക്കിതിനകത്ത്. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് ഭയങ്കര സസ്പെൻസ്, തുടക്കം തുടങ്ങി അവസാനിക്കണവരെയും കംപ്ലീറ്റ് സസ്പെൻസാണ്. നമ്മളും ഭയങ്കരമായിട്ട് പിന്നെ ഇനി എന്തായിരിക്കും എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു മനസ്സിൽ അങ്ങനെ ഒരു ഇത് നിൽക്കും. നമ്മൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിൽ എടുത്തു പറയാൻ പെർഫോമൻസ് അർജുൻ അശോകൻ്റെയാണ്. ഒരു സെക്കൻഡ് ഹാഫിൽ വരുന്നത് വളരെ എക്സെൻട്രിക് ആയിട്ട് അനൗ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണ് അനശ്വരാജ് പെർഫോമൻസാണ്. പുള്ളിക്കാരുടെ ആക്ഷൻ അനൗ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലിയോട് ഇയാൾ പൊങ്ങി വന്നതാണ് ബബിത. പക്ഷേ ഇപ്പോൾ അനശ്വര തിരിച്ചു വരികയാണ്. നല്ലൊരു എൻ്റർടൈനറാണ്. അവസാനം നല്ല മെസ്സേജ് ഉണ്ട്. യാതൊരു ലാഗ് അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ വൾഗാരിറ്റി വയലൻസ് ഒന്നുമില്ല. ഒരു ഫാമിലി എൻ്റർടൈനറാണ്. എല്ലാം കൊണ്ടും നല്ലൊരു പടമാണ്. ആകെ എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെടാൻ പോയാൽ നല്ലൊരു പള്ളിയിൽ അച്ഛൻ്റെ ഒരു വെല്ലിച്ചൻ്റെ കാസ്റ്റിംഗ് ശരിയായില്ല. ബാക്കിയെല്ലാം നല്ലതാണ്. ബാലു വർഗീസ് ആയാലും അൽത്താഫ് ആയാലും എല്ലാം കാണിച്ചു. അത് കണ്ടിരിക്കാവുന്ന പടമാണ്.